കീർത്തി സുരേഷ് ആൻ്റണി തട്ടിലിൻ്റെ വിവാഹം ഡിസംബർ 11 ഗോവയിൽ നടത്താൻ തീരുമാനിച്ച കാര്യവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് പുതിയ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത്. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾ കീർത്തി സുരേഷിൻ്റെ വിവാഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾ മാന്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഇവർ ഒരുമിച്ച് പഠിക്കുമ്പോൾ പ്രണയിച്ചതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് 100% സത്യമാണ്. പക്ഷെ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് അവാസ്തവമാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണയിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നിർമ്മാതാവും നടനുമായും കീർത്തിയുടെ അച്ഛനുമായ സുരേഷിനോട് ചോദിക്കാം. അത് സുരേഷിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ മേനകയോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ളത് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഗോവയിലേക്ക് മാറ്റിയത്? തായ്ലൻഡിൽ സ്വകാര്യമായി നടത്താൻ കല്യാണം ഗോവയിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് തീരുമാനമുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അത് പ്രൈവസിയുടെ കാര്യമാണെന്ന് പറയുന്നത്. പ്രൈവസിയുടെ കാര്യം വെച്ചാൽ അന്ന് അവിടെ അമ്പലത്തിൽ വെച്ചിട്ടല്ല, അവിടുത്തെ ഏറ്റവും മുന്തിയ ഹോട്ടലിലാണ് നടത്തുന്നത്. 2 മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആ 2 മതത്തിൻ്റെയും ഔചിത്യം നഷ്ടപ്പെടുത്താതെ ഉള്ള രീതിയിലുള്ള കല്യാണം നടത്താൻ തീരുമാനം. ഒരാൾ ഇപ്പോൾ കീർത്തി ആൻ്റണിയുടെ തട്ടിലിൻ്റെ മതത്തിലേക്കോ തട്ടിൽ കീർത്തിയുടെ മതത്തിലേക്കോ മതം മാറുന്നില്ല. 2 പേരും 2 വ്യക്തിത്വങ്ങളായി തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും സുഹൃത്തുക്കളെയും ഒക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഇവർക്ക് എതിർക്കാനും പറ്റാത്ത സ്ഥിതി വെച്ചാൽ സുരേഷ് സിനിമാ നടനാണ്, നിർമ്മാതാവാണ്, നിരവധി സംഘടനകളുടെ നേതാവാണ്. ഒക്കെ ശരിയാണെങ്കിലും അദ്ദേഹം വർഷങ്ങളായി അടിയുറച്ചൊരു BJP നേതാവാണെന്ന് ആലോചിക്കണം. BJP നേതാവായതുകൊണ്ട് സുരേഷിന് പ്ലസ് പോയിൻ്റേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇത്രയും നല്ല മനുഷ്യൻ, നല്ല സുഹൃത്തുക്കളോട് സ്നേഹിക്കുന്നുണ്ട്, മറ്റൊരാൾ ജാതിയും മതവും നോക്കാതെ സഹായിക്കുന്നു എന്നുള്ള പേര് മുമ്പേ കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സുരേഷിന് തൻ്റെ മകളുടെ വിവാഹത്തിന് ജാതിയും മതവും പ്രശ്നമല്ല എന്ന് തെളിയിക്കാൻ കൂടി ഒരു അവസരം കിട്ടി. അതങ്ങനെ അവരുടെ സമ്മതിച്ചാലും ചിലരൊക്കെ ജാതി മാറാറുണ്ട്. നമ്മൾ പലരുടെയും ഇപ്പോൾ പ്രിയൻ്റെ കല്യാണം എടുത്തോ, പ്രിയൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവർ 2 പേരും 2 കാസ്റ്റിൽപ്പെട്ട് തന്നെയാണത്. അവസാനം ലിസിക്ക് മതം മാറേണ്ടി വന്നു എന്ന് ആലോചിക്കണം. പക്ഷേ ഷാജി കൈലാസ് ആനിയുടെ കല്യാണം എടുക്കുക, അതിൽ അവസാനം ആനി മറ്റേ മതം മാറേണ്ടി വന്നില്ല. ഇങ്ങനെ മിക്കവരും അത് മതം മാറുന്നത് മറ്റു മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. അത് അവരുടെ സൗകര്യം, അവരുടെ വിശ്വാസം, അവരെടുക്കുന്ന തീരുമാനങ്ങളാണെന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഗോവയിൽ എന്തുകൊണ്ട് വിവാഹം വെച്ചിരിക്കുന്നു? അവിടെ എന്തുകൊണ്ട് അതേ 10,000-ത്തിലധികം സുഹൃത്തുക്കൾ തന്നെ സുരേഷിനുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളപ്പോൾ അവരാരെയും കല്യാണത്തിന് വിളിച്ചിട്ടില്ല, ഒരു പാർട്ടി നടത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള അന്വേഷണം ഞങ്ങൾ ചെന്നെത്തിയത്, ഈ കല്യാണത്തിന് വലിയൊരു VIP ആണ് വരാമെന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ പങ്കെടുക്കുന്നു. PS ശ്രീധരൻപിള്ള അവിടെ ഗോവയുടെ ഗവർണറാണ്. അങ്ങനെ BJP നേതാക്കന്മാർക്കും ബോംബന്മാർക്കും ഒക്കെ വന്നു പെടാൻ പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അവിടെയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ചിലർ ചോദിച്ചു പ്രധാനമന്ത്രി വരുമോ എന്ന്. എന്താ ഒന്നുകൂടായ്മ? കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി ഗുരുവായൂർ വന്നു. ആ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം ആലോചിക്കണം. നമ്മുടെ സുരേഷ് കുമാറിൻ്റെ ഉള്ള പാരമ്പര്യമോ അത്രയുള്ള ഒന്നും BJPയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടിയുറച്ച നേതാണ്. താൻ എവിടെ പോയാലും താൻ BJPക്കാരാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം പ്രവൃത്തിയും സുരേഷ് കുമാറിനുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സുരേഷ് കുമാറിൻ്റെ കുടുംബം മൊത്തം BJP ആയി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല കീർത്തി സുരേഷ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൂടി വാങ്ങിയിട്ടുള്ള നടിയാണ്. BJPയുടെ ചിന്താഗതിയുള്ളതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം, BJPയുടെ മതേതര മുഖം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കല്യാണത്തിൻ്റെ ഒരു അളവ്. കാരണം ആൻ്റണി തട്ടിൽ എന്ന് പറയുമ്പോൾ ശരി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണത്.
ഇപ്പുറത്ത് കീർത്തിയാകുമ്പോൾ നായർ സമുദായത്തിൽപ്പെട്ടാണെന്ന് പറയും. ഞങ്ങൾ അങ്ങനെ പറയില്ല. കാരണം സുരേഷ് കുമാറും മേനകയും 2 ജാതിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവർ ഏത് ജാതിയാണെന്ന് നമുക്ക് പറയില്ല. എന്തായാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായം വരുമ്പോൾ ഇതിൽ വേഗം ചേരാതെ അതേ തന്നെ നിൽക്കുമ്പോൾ ഇതൊരു മതേതര മുഖം വരുന്നു എന്നുള്ളതാണ്. ബി ജെ പിയെക്കുറിച്ച് ആരോപണം ഉയരുമ്പോൾ തന്നെ അതല്ല, ഞങ്ങളുടെ രീതി ഇങ്ങനെ തന്നെയാണ്. ആ ഒരു കല്യാണത്തിൽ, അങ്ങനെയുള്ളൊരു കല്യാണത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. കാരണം ഒരു വലിയ ബി ജെ പിയുടെ നേതാവിൻ്റെ, ബി ജെ പിയുടെ കുടുംബത്തിൻ്റെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിർമ്മാതാവിൻ്റെയും മകളുടെയും കല്യാണത്തിൽ വരുമ്പോൾ ഒപ്പം മതേതര മുഖം സംരക്ഷിക്കാൻ വൻ വ്യവസായിയായ തട്ടിലിൻ്റെ കൂടി കല്യാണമാകുമ്പോൾ അതിന് വേറൊരു പരിവേഷം നൽകും എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇങ്ങനെ പറയുമ്പോഴും ഒരു ആശങ്ക ചിലരിലുണ്ട്. ഈ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞൊരു തട്ടിപ്പല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറട്ടെ, ഇത് നമുക്ക് ഒളിഞ്ഞ് ഇരുന്നു കൊണ്ട് കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പഴഞ്ചൊല്ല് ശരിക്കുണ്ടല്ലോ, നമ്മൾ ആടിൻ്റെ അകടിലുള്ള പാലാണുള്ളത് അല്ലേ? പക്ഷേ കൊതുക് കുടിക്കുന്നത് എന്താ? പാലല്ല, അതിൻ്റെ രക്തമാണെന്ന് ആലോചിക്കണം. അങ്ങനെ രക്തം കുടിക്കുന്ന, കുറ്റം പറയുന്ന, കുറ്റം കണ്ടെത്തുന്ന കുറേ ഒരു ന്യൂനപക്ഷം നമ്മുടെ ഇവിടെ ഉണ്ട്. അവരാണ് പലപ്പോഴും അപകടം വരുത്തുന്നതെന്ന് ആലോചിക്കണം. മതേതരമായ ഒരാൾ ചിന്തിച്ചു പോയാൽ അവരെ വർഗീയതയെ കുത്തുന്നതും ഇത്തരത്തിലുള്ള ചില ആൾക്കാരാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു നല്ല കാര്യം, നല്ല വിവാഹം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാവുമെന്ന് പറയാൻ കാരണം ഇതൊരു വലിയ കേരളത്തിലെ അറിയപ്പെടുന്ന ബി ജെ പി നേതാവ് കൂടിയാണ് സുരേഷ് കുമാർ. ആ കുടുംബമാണിത്. കുറേ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദം സംരക്ഷിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല. അതിന് ചില വി ഐ പികളും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഗോവയിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അത് ഡിസംബർ 11 തീരുമാനിച്ചെങ്കിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സൗകര്യം നോക്കിക്കൊണ്ട് ചിലപ്പോൾ 1 or 2 ചില ദിവസങ്ങൾ ഡേറ്റ് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ മാറിയേക്കാം എന്നും പറഞ്ഞു കേൾക്കുന്നു. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട്, ഇപ്പോൾ സുരേഷ് കുമാറിനെ വിളിച്ച് ചോദിക്കുമ്പോൾ സുരേഷ് കുമാർ ഒരു ചിരി ഒഴിച്ച് വേറൊന്നും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ആ ചിരിയിൽ തന്നെയുണ്ട് എല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ കല്യാണം എന്നും പറയുമ്പോൾ അതൊരു വലിയ കല്യാണം തന്നെയാണ്. വലിയ വാർത്താ പ്രാധാന്യമുള്ള കല്യാണമാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള കല്യാണമാണ് ഡിസംബർ 11 നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റിൻ്റെ സൗകര്യം നോക്കിക്കൊണ്ട് ഡേറ്റ് മാറിയേക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു കല്യാണത്തിന് എല്ലാവരുടെയും ആശീർവാദം കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിടത്തോളം സുരേഷ് കുമാർ കല്യാണ പാർട്ടി നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല, വേറൊരു ദിവസം കാരണം അതിന് പറ്റിയ സ്ഥലം കേരളത്തിൽ വലിയ കൺവെൻഷൻ സെൻ്ററുകളെല്ലാം ഇവിടെ ഉണ്ട്. 10,000, 2,000, 3,000 പേർക്കൊക്കെ സുഖമായി ഉൾക്കൊള്ളാവുന്ന ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വെറുതെ ഈ കീർത്തി സുരേഷിൻ്റെ കല്യാണം വെറും ഒരു കല്യാണം മാത്രമല്ല, അതിൻ്റെ പാർട്ടി ഒരു കല്യാണം മാമാങ്കം തന്നെയായി നടത്തണമെന്ന് പല ഭാഗത്തും പ്രഷർ വന്നിട്ടുണ്ട് സുരേഷ് കുമാർ എന്നാലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഗംഭീരമായ രീതിയിൽ കല്യാണവും കല്യാണത്തിന് ശേഷമുള്ള പാർട്ടിയും നടത്താനാണ് സാധ്യത.